ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഡയഗണലൈസ് ദ മെട്രിക്സ്. ഈ മെട്രിക്സ് ഡയഗണലൈസ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം എന്താണ്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 3/3 മെട്രിക്സ് ആയതുകൊണ്ട് ലാംഡ ക്യൂബ് മൈനസ് ആൽഫ 1 ലാംഡ സ്ക്വയർ പ്ലസ് ആൽഫ 2 ലാംഡ മൈനസ് ആൽഫ 3 0. ആൽഫ 1 എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻറ്റ്സ് സം ചെയ്യുന്നത്, അതായത് -5 + -8 + 16 ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. ആൽഫ 2 എന്ന് പറയുന്നത് ഡയഗണൽ മൈനസ് തമ്മിൽ കൂട്ടുന്നതാണ്. ഡയഗണൽ മൈനസ് എന്ന് പറയുമ്പം M11 എന്ന് പറഞ്ഞ് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഡിലീറ്റ് ചെയ്താൽ ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് അത് എത്ര കിട്ടും? 16 കിട്ടും. സെക്കൻഡ് റോ സെക്കൻഡ് കോളം ഡിലീറ്റ് ചെയ്താൽ ബാക്കിയുള്ള ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ -5 6 -12 16. അത് നമ്മൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്? -8 കിട്ടും. തേർഡ് റോ തേർഡ് കോളം എലിമിനേറ്റ് ചെയ്താൽ ഉള്ള ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. എന്ത് കണ്ടുപിടിക്കാൻ? M33 കണ്ടുപിടിക്കാൻ. എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താണ്? -6 വരും. ആൽഫ 2 ആൽഫ 3 എന്ന് പറയുന്നത് ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താണ്? ഇതാണ് സ്റ്റെപ്സ്. ഡിറ്റർമിനൻറ്റ് അന്നേരം നമുക്ക് ആൽഫ 3 കിട്ടും -8 എന്ന്. എന്നിട്ട് ഇത് ആൽഫ 1 ആൽഫ 2 ആൽഫ 3 എന്താണ്? ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിക്കുക, ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടുന്നത്. ഇനി നമ്മളിതിലേക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ട് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ട് ലാംഡ = 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്? സൊല്യൂഷനാണെന്ന് പറഞ്ഞ് കിട്ടും. ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. പിന്നെ സിന്തറ്റിക് മെത്തേഡ് വെച്ചിട്ട് നോക്കിയാൽ നമ്മൾ കോഎഫിഷ്യൻസ് എഴുതി. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് 1 -3 -6 8 നോക്കിയാൽ 1 -3 -6 8 ആയിരുന്നു. സോ അതിവിടെ എഴുതി. എന്നിട്ട് 1 എന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ 1 ഇത് താത്തറയ്ക്ക് 1 × 1 ഇവിടെ എഴുതി. കൂട്ടി ഇവിടെ എഴുതി -2. എന്നിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താണ് ഇവിടെ എഴുതുന്നത്. -2 കൂട്ടി -8 -8 × 1 which is -8 കൂട്ടി 0 എഴുതി. എന്നിട്ട് അതിനെ ഇക്വേഷനാക്കി. എന്താണ്? ലാംഡ സ്ക്വയർ -2 ലാംഡ -8 = 0. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് അതിനെ സോൾവ് ചെയ്ത് നമുക്ക് ലാംഡ -2 4 കിട്ടി. അങ്ങനെയാണ് നമുക്ക് ഐഗൻ വാല്യൂസ് കിട്ടി. ഇനി ഐഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാം. അതായത് ലാംഡ = 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്റ്റർ കണ്ടുപിടിക്കാൻ A - ലാംഡ x = 0 കണ്ടുപിടിക്കുക. കണ്ടോ? ഇതിപ്പോൾ നമുക്ക് എന്താണ്? A - ലാംഡ 1 ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ള മെട്രിക്സ് ആണിത്. അതിനെ നമ്മൾ റോ എക്കലോൺ ഫോം മെത്തേഡ് വെച്ചിട്ട് പല റോ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്ത് എന്താണ് ഇതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആയി. എന്നിട്ട് അതിനെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെന്താണ്? ഇസഡിൻ്റെ മാത്രമേ ഉള്ളൂ. ഇസഡ് പ്ലസ് വേറൊന്നുമില്ല =0 ആൻഡ് -x - y + z = 0. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ആദ്യത്തെ ഐഗൻ വെക്റ്റർ കിട്ടും. രണ്ടാമത്തെ ഐഗൻ വെക്റ്റർ കണ്ടുപിടിക്കാൻ ഐഗൻ വാല്യൂ ലാംഡ = 2 എടുക്കുക. ലാംഡ = 2 എടുത്ത് കഴിയുമ്പോഴത്തേക്കും A - ലാംഡ i അതായത് 2i x = 0. ലാംഡ എന്ന് പറഞ്ഞാൽ 2 ആയതുകൊണ്ട് തന്നെ നമ്മൾ A - 2i ചെയ്യുമ്പോൾ ഈ മെട്രിക്സ് കിട്ടും. അതിനെ നമ്മൾ പല രീതിയിൽ റോ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യും. നോക്കി R1 R2 R3 ഇവിടെ ചേഞ്ച് ചെയ്തു. R2 R3 ഇവിടെ എന്താണ്? ഇത് 0 ആക്കാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ചെയ്തു. എന്നിട്ട് ഈ -2നെ 0 ആക്കാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനും ചെയ്തു. ഈ സ്റ്റെപ്പ് ചെയ്ത് കിട്ടിയ മെട്രിക്സിനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് ഓർത്തോണേ ഞാനിത് എഴുതിയേക്കുന്നത്. R2നെ ആദ്യം ചെയ്തു. അപ്പോൾ എനിക്ക് എന്താണ്? R2 ഇവിടെ 0 0 0 കിട്ടി. എനിക്ക് അവിടെ നടുക്ക് കിടക്കണ്ട. അപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി എഴുതേണ്ടതിന് പകരം ഞാൻ എന്താണ് ഇതിൽ തന്നെ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് എന്താണ്? ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ കിട്ടും. -z + 2z എന്നൊക്കെ പറഞ്ഞു വരും. ഇസഡ് വരും. എന്ത്? എക്സിൻ്റെ വാല്യൂ ഇസഡ് കിട്ടി. വൈയുടെ വാല്യൂ z/2 കിട്ടി. ആൻഡ് ഇസഡിൻ്റെ വാല്യൂ ഇസഡ് തന്നെയാണ്. സോ അതെല്ലാം k എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 2 1 2 എന്ന് പറഞ്ഞിട്ടാണ് ഐഗൻ വെക്റ്റർ കിട്ടുന്നത്. ഇനിയും ലാംഡ = 4നും സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ ഫോളോ ചെയ്യുവാണ്. നമ്മൾ A - ലാംഡ കണ്ടുപിടിച്ചു. റോ റോ എക്കലോൺ ഫോമിലേക്ക് കൊണ്ടുവന്നു. റോ റിഡ്യൂസ് ചെയ്തുകൊണ്ട് റോ എക്കലോൺ ഫോമിലേക്ക് കൊണ്ടുവന്നു. ഇതാണ് റോ എക്കലോൺ ഫോം. അതിനെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഐഗൻ വെക്റ്റർ കണ്ടുപിടിച്ചു.
ഐഗൻ വെക്റ്റർ കണ്ടുപിടിച്ചാൽ നമ്മൾ പി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. പി എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറഞ്ഞാൽ x1 x2 x3. x1 നമുക്ക് നേരത്തെ കിട്ടിയ ആദ്യത്തെ x1 അതായത് 2 1 2. x2 എന്ന് പറഞ്ഞാൽ രണ്ടാമത് കിട്ടിയത് 0 1 1. x3 എന്ന് പറയുന്നത് മൂന്നാമത് കിട്ടിയ -1 1 0. അത് എഴുതി. ഓക്കെ, ഓർഡർ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം λ1 എന്ന് പറയുന്നത് തിരിച്ചെടുക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ എടുത്താൽ കുഴപ്പമില്ല. ഇനിയും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് അഡ്ജ് പി കണ്ടുപിടിക്കുകയാണ്. അഡ്ജോയിൻ്റ് പി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എനിക്ക് 4/4 മെട്രിക്സ് ഉണ്ടാക്കുവാണ്. ഈ 4/4 മെട്രിക്സ് സൈഡിൽ എഴുതേണ്ടതാണ്. എളുപ്പ മെത്തേഡിൽ പി ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് പറയുന്നത്. പി എടുക്കുക, അതിൻ്റെ ഒത്ത നടുക്കുള്ള എലമെൻ്റ് എടുക്കുക. 1 1 1 0 1. അതാണ് ഫസ്റ്റ് റോ. 1 1 0 1. അടുത്തതെടുക്കുക 1 0 -1 1. അതാണ് എഴുതിയേക്കുന്നത്. 1 0 -1 1. അടുത്തത് എന്താണ്? ഇത് കഴിഞ്ഞ് ഇതിനടുത്ത് ഇത് 1 2 2 1. അതാണ് അടുത്ത റോ. 1 2 2 1. ആൻഡ് ലാസ്റ്റ് റോ എന്ന് പറയുന്നത് 1 0 1 1 0 1 എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് റോ തന്നെയാണ് ലാസ്റ്റ് റോ. ഇനി എന്താണ് നമ്മൾ ഇത് തന്നെ നോക്കി ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തതാണ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് ആദ്യത്തെ എലമെൻറ്റ്, ഈ ഡിറ്റർമിനൻ്റ് ആണ് രണ്ടാമത്തെ എലമെൻറ്റ്, ഈ ഡിറ്റർമിനൻ്റ് ആണ് മൂന്നാമത്തെ എലമെൻറ്റ്. അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നിൻ്റെയും എന്ത് കണ്ടുപിടിച്ചു? ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് ചെയ്തതാണ് ഈ അഡ്ജോയിൻ്റ് ഓഫ് പി കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഡിറ്റർമിനൻ്റ് ഓഫ് പി കണ്ടുപിടിക്കാൻ വേണ്ടി അതും എളുപ്പ മെത്തേഡുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ ഫസ്റ്റ് റോയും ഇതിൻ്റെ ഫസ്റ്റ് കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2 × -1 എന്ന് പറഞ്ഞാൽ -2, 0 × ഇതെന്ന് പറയുന്നത് 0, -1 × -1 1. കൂട്ടുക, -1 കിട്ടി. ഡിറ്റർമിനൻ്റ് ഓഫ് പിയും കിട്ടി. ഇനി നമ്മളെന്താ പി ഇൻവേഴ്സ് എ പി കണ്ടുപിടിക്കാം. പി ഇൻവേഴ്സ് എ പി എന്ന് പറഞ്ഞാൽ പി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഡിറ്റർമിനൻ്റ് ഓഫ് പി ആണ് പി ഇൻവേഴ്സ് ഇൻറ്റു അഡ്ജോയിൻറ്റ് പി. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കണ്ടുപിടിച്ചു, പി ഇൻവേഴ്സ് കിട്ടി. ഇനി എന്താണ്? നമുക്ക് പി ഇൻവേഴ്സ് എ പി അല്ലേ വേണ്ടേ? സോ പി ഇൻവേഴ്സിന് പകരം ഇതിട്ടു നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് എഴുതി, പി എന്ന് പറയുന്നത് വീണ്ടും എഴുതി. അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ രണ്ടിനെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് ഇത് കിട്ടി. ഇതിനെ തമ്മിൽ പിന്നെയും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി ഇത് കിട്ടി. ഇതെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഓർഡറിലുള്ള ലാംഡയുടെ വാല്യൂസാണ്. സോ ഇതാണ് ആദ്യത്തെ ലാംഡ എന്ന് പറഞ്ഞാൽ -2 ആയിരുന്നു എടുത്തത്, രണ്ടാമത്തെ ലാംഡ 4 ആയിരുന്നു എടുത്തത്, മൂന്നാമത്തെ ലാംഡ 1 ആണ് എടുത്തത്. അതുകൊണ്ടാണ് ഈ ഒരു ഓർഡറിൽ കിട്ടിയത്. നിങ്ങളിപ്പോൾ ആദ്യം 4, രണ്ടാമത് -2, മൂന്നാമത് 1 ആണെങ്കിൽ പിയും പി ഇൻവേഴ്സും എല്ലാം മാറും. പക്ഷേ അവസാനം കിട്ടുന്ന ഈ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് λ1 എന്ന് പറഞ്ഞാൽ 4 ആയിട്ട് തന്നെ വരും. ഓക്കെ, ആ ഓർഡർ മാറിക്കോളും, നിങ്ങൾക്ക് അതുപോലെ തന്നെ മാറിക്കോളും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെയാണ് ഇതിപ്പം നമ്മൾ എന്താണ് പി ഇൻവേഴ്സ് എ പി എന്ന് പറഞ്ഞാൽ ഡി കിട്ടിയത് കൊണ്ട് തന്നെ എന്താണ് ഇത് ഡയഗണലൈസബിൾ ആണെന്ന് കണ്ടുപിടിച്ചു.